ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഒരാൾക്ക് വേണ്ടിയിട്ട് ഒരു കൊക്കഡാമി ഉണ്ടാക്കി കൊടുക്കണമെന്ന് പറഞ്ഞു. പ്ലാൻസ് എല്ലാം ക്ലയൻറ്റ് കൊണ്ട് തന്നു. അപ്പം നമ്മളത് ഉണ്ടാക്കി കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഇത് ഒരു ബേർഡ്ലെസ് ഫാനാണ്, ഇച്ചിരി വലിയ പ്ലാന്റാണ്. അപ്പം ഇത് ചുറ്റാനൊക്കെ സ്വല്പം പ്രയാസമുണ്ട്. എന്നാലും നമുക്ക് നോക്കാം അല്ലേ. ഓക്കെ, നമ്മൾ ഓൾറെഡി ഒരു ഗ്രീൻ നെറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് കുറച്ച് ചകിരിച്ചോറും പെർലൈറ്റും പിന്നെ പീറ്റ് മോസിൻ്റെ കുറച്ച് സാധനങ്ങൾ കൂടെ ഇട്ടിട്ടുണ്ട്. ഈ സാധനത്തിന് നമ്മുടെ ഫേൺസിനൊക്കെ ഇങ്ങനത്തെ ചകിരിച്ചോറും പീറ്റ് മോസും പെർലൈറ്റും കൂടെ ഉള്ള ഒരു മിക്സ് മതി കേട്ടോ. അതിൻ്റെ അകത്ത് കുറച്ച് കമ്പോസ്റ്റ് കൂടെ ഇട്ട് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അത്രയും മതി. എന്നിട്ട് നമ്മളിത് സെൻറ്ററിലോട്ട് എടുത്ത് വെച്ചു. എന്നിട്ട് 4 സൈഡിൽ നിന്നും ഈ മൂല അങ്ങോട്ട് പിടിച്ചു. ഗ്രീൻ നെറ്റിൻ്റെ മൂല അങ്ങോട്ട് പിടിച്ചു വെച്ചിട്ട് നമ്മളതിനെ ഒരു റൗണ്ട് ഷേപ്പിലാക്കി എടുക്കുവാണ്. നമ്മളതിനെ ഒരു റൗണ്ട് ഷേപ്പിലാക്കി ഏകദേശം എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഒരു നൂല് വെച്ചിട്ട് ഇതിൻ്റെ ഈ ഗ്രീൻ നെറ്റിലൊന്ന് ടൈറ്റ് ചെയ്ത് വെക്കുവാണേ. ഇങ്ങനൊന്ന് പൊതിഞ്ഞെടുത്താൽ മതി. ക്ലോസ് ചെയ്തിടും. അപ്പം നമ്മൾ നൂല് ചുറ്റി ഏകദേശം ഇതിനെ ഉറപ്പിച്ചിട്ടുണ്ട്. ഈ ഗ്രീൻ നെറ്റിനെ ഉറപ്പിച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ വന്നേക്കുന്ന ഈ ഒരു ഭാഗം നമ്മൾ നേരെ ഇതുപോലെ മടക്കി വെക്കണം. ഈ റൗണ്ടിൻ്റെ മുകളിലോട്ട് മടക്കി വെച്ചിട്ട് അത് നൂല് ചുറ്റി വൃത്തിയാക്കി എടുക്കുക. ഓക്കെ, ക്ലോസ് ചെയ്ത് അങ്ങനെ നമ്മൾ അതിനെ നൂലൊക്കെ ചുറ്റി ആ ഒരു ഗ്രീൻ നെറ്റിനെ അവിടെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് കെട്ടി തൂക്കി ഇടാൻ വേണ്ടിയിട്ടാണെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള നൈലോൺ നൂലോ പ്ലാസ്റ്റിക് ചിരടോ നമ്മൾ വെക്കണം. ഞാനിപ്പോൾ നൈലോൺ നൂലാണ് ഉപയോഗിക്കുന്നത്. ഇത് അഥവാ ഇനിയും കെട്ടി തൂക്കി ഇടാനല്ല, ഇതൊരു സ്ഥലത്ത് സ്പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമുക്ക് ചരട് ചുറ്റേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മൾ ഇത് കെട്ടി തൂക്കി ഇടാനാണെങ്കിൽ ആ ഒരു ഓപ്ഷനും കൂടെ വെക്കുകയാണ് നമ്മൾ. അപ്പം പായൽ പൊതിയുന്നതിന് മുമ്പ് നമ്മളത് ചെയ്യണം. ഓക്കെ, അത് കാണാം. നമ്മൾ നൈലോണിൻ്റെ ഒരു ചരട് എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഇവത്തിൽ കെട്ടി ഫിക്സ് ചെയ്യുക. എന്നിട്ട് കാണാം കേട്ടോ. ഈ ബേൺലെസ് ഫാനിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ചരിഞ്ഞു പോകാൻ പാടില്ല, നേരെ തന്നെ നിൽക്കണം. അപ്പോൾ അതിന് മിക്കവാറും നമ്മൾ 2 ചരട് ഇടേണ്ടി വരും നേരെ നിൽക്കാൻ വേണ്ടിയിട്ടേ. അപ്പം നമുക്ക് അതൊന്ന് പരീക്ഷിച്ച് നോക്കാം കേട്ടോ. ഒരു ചരട് ഒരു സൈഡിലും 2 സൈഡിലായിട്ട് ചരട് ഇങ്ങനെ കെട്ടി ഉറപ്പിക്കേണ്ടി വരും. നോക്കാം നമുക്ക്. ഓക്കെ, അപ്പം നമ്മൾ ഈ നൈലോണൊക്കെ ചുറ്റി എടുത്തിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, ഇപ്പോൾ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കും. ഇത് ചരിഞ്ഞാണ് വരുന്നതെങ്കിൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഇലകൾ സൂര്യപ്രകാശത്തിന് നേരെ ഇങ്ങനെ തിരിഞ്ഞു വളരാൻ തുടങ്ങും. അപ്പം ഇതിൻ്റെ ഒരു ഭംഗി അങ്ങ് നഷ്ടപ്പെടും. ഇങ്ങനെ തന്നെ ഇത് തൂക്കിയിടുന്നതായിരിക്കും നല്ലത്. ഓക്കെ, ഇനി നമ്മൾ പായൽ പൊതിഞ്ഞിട്ട് കാണാം. ഇതിൻ്റെ മുകളിൽ പായൽ സെറ്റ് ചെയ്തിട്ട് നമ്മൾ നൂല് കൊണ്ട് ചുറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നമ്മളിതേ ഈ ഒരു മോസാണ് ചുറ്റുന്നത്. ഇത് നമ്മൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കുന്ന മോസാണ്. അത് ഡ്രൈ മോസാണ്, ഒരിക്കലും ലൈവ് മോസല്ല, ഡ്രൈ മോസാണ്. ഇത് മഴയത്തൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഇതിൽ നമ്മുടെ നാട്ടിലെ പായൽ വിളിച്ച് നല്ല ഭംഗിയായിട്ട് പച്ചപ്പ് വരും. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ ചുറ്റുന്നത് എങ്ങനെയാണെന്ന് ജസ്റ്റ് ആദ്യം ഒന്ന് കാണിച്ചു തരാം. ഇത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വെച്ച് ഏരിയ കവർ ചെയ്ത് വെക്കണം. കണ്ടോ, ഏരിയ കവർ ചെയ്തിട്ട് വെച്ചിട്ട് നമ്മൾ പച്ച നൂലാണ് യൂസ് ചെയ്യുന്നത്. പച്ച നൂല് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇത് പെട്ടെന്ന് അറിയാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇത് പതുക്കെ ഇങ്ങനെ കെട്ടി ഫിക്സ് ചെയ്ത് വെക്കുക. ഈ മോസ് വെക്കുന്നതെന്ന് പറഞ്ഞാൽ ഈർപ്പം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. അപ്പം ഒരു പീസ് അങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് അതുപോലെ തന്നെ
വെച്ചു കൊടുക്കാം. അപ്പം ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഫൈനൽ റിസൾട്ട് കാണാം. ഇതേ മനസ്സിലായല്ലോ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ജസ്റ്റ് ഇതിങ്ങനെ ഓരോ ഏരിയയിലും കവർ ചെയ്ത് വെച്ച് കൊടുക്കുക. എന്നിട്ട് നൂല് കൊണ്ട് അത് ഫിക്സ് ചെയ്തെടുക്കുക. അത്രേ ഉള്ളൂ കേട്ടോ. ഓക്കെ. അങ്ങനെ സുഹൃത്തുക്കളെ, നമ്മൾ ഡാമ ഉണ്ടാക്കിയതേ കണ്ടില്ലേ. ഡാമ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നല്ല സെറ്റായെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഈ ബേർഡ് നെസ്റ്റ് ഫാൻ ഇങ്ങനെ നേരെ തന്നെ നിർത്തണം കേട്ടോ. ഇല്ലെങ്കിൽ ഇത് ഇങ്ങനെ ചരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഇവിടുന്ന് ഈ പ്ലാന്റിന്റെ ഇല ഇങ്ങനെ വരും. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ആകെ വൃത്തികേടായി പോകും. ഇതിപ്പോൾ നമ്മുടെ ഡാമ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്